ഇന്നത്തെ അറിയിപ്പുകൾ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത 3% കൂട്ടി. പുതിയ നിരക്ക് അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള 12% DA-യാണ് 15%ആക്കി വർദ്ധിപ്പിക്കുക. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അനുബന്ധ ബോർഡുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ എന്നിവയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് വർധന. പൂർണ്ണസമയ കരാർ ജീവനക്കാരും പുതിയ നിരക്കുകൾക്ക് അർഹരാകും. മുൻകൂട്ടി പരിഷ്കരിച്ച ശമ്പള നിരക്കിൽ തുടരുന്ന ജീവനക്കാർക്കും DA ഉയർത്തി നൽകും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ സംസ്ഥാനത്തിന് താങ്ങാനാവുമോ എന്ന ആശങ്കയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര ഫണ്ട് ചെലവഴിക്കുവാനുള്ള സമയപരിധി നീട്ടി. ഡിസംബർ 31 വരെ നീട്ടിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം മാർച്ച് 31-നകം ചെലവഴിക്കണമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന വ്യവസ്ഥ. ഇത് അപ്രായോഗികമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് മറുപടിയായാണ് സമയം നീട്ടിയതായി കേന്ദ്രം അറിയിച്ചത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കടുത്ത സമ്മർദ്ദവും പ്രതിഷേധവും ഉണ്ടായപ്പോഴാണ് 520 കോടി രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പുനരധിവാസത്തിനായി 16 പദ്ധതികൾക്കാണ് പണം ചെലവഴിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. സമയം നീട്ടി നൽകിയെങ്കിലും ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ജീവനക്കാരുടെ വിരമിക്കൽ മൂലമുണ്ടാകുന്ന ഒഴിവുകൾ ഇല്ലാതാക്കുവാനും സർക്കാരിന് നയമില്ല. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പെൻഷൻ പ്രായത്തിൽ മാറ്റം വരുത്തണമെന്ന് സർക്കാർ ജീവനക്കാരുടെ ഏതെങ്കിലും യൂണിയനോ സംഘടനകളോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ ഔപചാരികമായ ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായത്തെക്കുറിച്ചും അതിൽ ഏകീകരണമില്ലാത്തതിന്റെ കാരണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നിരുന്നു. എന്നാൽ വിഷയം സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതിനാൽ വിവരങ്ങളൊന്നും സർക്കാർ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നില്ലെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിൽ തൊഴിലവസരം. ഏപ്രിൽ 15 വരെ അപേക്ഷിക്കാം. മാനേജ്മെന്റ് ട്രെയിനി, ഡെപ്യൂട്ടി മാനേജർ, ചീഫ് മാനേജർ എന്നീ തസ്തികകളിലേക്കാണ് അവസരം. അപേക്ഷിക്കുന്നതിനായി പ്രത്യേക ഫീസും അടയ്ക്കേണ്ടതുണ്ട്. എഴുത്തുപരീക്ഷ മെയ്യിലായിരിക്കും. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ പരീക്ഷ എഴുതാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട്. തിരഞ്ഞെടുക്കുന്നവർക്ക് 48,480 മുതൽ 85,920 രൂപ വരെ ശമ്പളം ലഭിക്കും. ബാങ്കിലെ 1 വർഷത്തെ പരിശീലന കാലയളവ് വിജയകരമായി പൂർത്തിയാക്കുന്ന മാനേജ്മെന്റ് ട്രെയിനികളെ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡിൽ ഡെപ്യൂട്ടി മാനേജർമാരായി നിയമിക്കും.